ഇന്ന് നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു അടിപൊളി ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിങ്ങിന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ പത്തനംതിട്ടയിൽ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചെറുതായിട്ട് വിശന്ന് തുടങ്ങി കേട്ടോ. അപ്പോൾ ഈ എവർഗ്രീൻ ഹോട്ടലിൽ നിന്ന് ഞങ്ങളൊരു ഷവർമ വാങ്ങിക്കാനായിട്ട് കയറിയതാണ്. പക്ഷേ ഷവർമ അവിടെ 2 മണിക്ക് ശേഷമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ചിക്കൻ സമൂസ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വലിപ്പമുള്ളൊരു സമൂസയായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു യോഗേർട്ട് ഷേക്ക് മേടിച്ച്. എത്ര പേർക്ക് ഇതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റും ഇഷ്ടമാകുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് ഓമല്ലൂരുള്ള SPV ഇലക്ട്രോണിക് ഷോപ്പിലേക്കാണ് കേട്ടോ. അവിടെ തന്നെ ഫർണിച്ചർ ഷോപ്പും അവർക്ക് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് കേടായി. അപ്പോൾ നമുക്കൊരു ഫ്രിഡ്ജ് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യത്തിന് പോയതാണ്. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ ആ സമയത്ത് എടുക്കാനായിട്ട് വിട്ടുപോയി. ഫ്രിഡ്ജൊക്കെ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ അത്യാവശ്യം ഫർണിച്ചേഴ്സൊക്കെ നോക്കാനായിട്ട് ഇറങ്ങി. വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് നോക്കണമായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് നമ്മുടെ ഒരു സോഡാ മേക്കറാണ് കേട്ടോ. നമ്മുടെ ഒരു സോഡാ മേക്കർ ഉണ്ട്, പക്ഷേ അതിൻ്റെ ബോട്ടിൽ മിസ്സിംഗ് ആണ്. പിന്നെ ഗ്യാസ് റീഫിൽ ചെയ്യണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് നമ്മൾ പോയതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു കോർണർ സെറ്റ് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മൾ ഫൈനലൈസ് ചെയ്ത് വേറൊന്നാണ് കേട്ടോ. പിന്നെ ഈ UP സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു അലമാര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാനത് വാങ്ങിക്കണമെന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. നല്ല ഒരു സൈഡിൽ ഇങ്ങനെ വെക്കാൻ പറ്റിയ ഒരു ചെറിയ അലമാരയാണ്. കുഞ്ഞു കുഞ്ഞു തിങ്സൊക്കെ നമുക്ക് എടുത്ത് വയ്ക്കാൻ പറ്റും. പിന്നെ ഈ ഒരു UP ദിവാൻ സെറ്റ് എന്നാണ് ഇതിന് പറയുന്നതെന്ന് അവർ പറഞ്ഞു. പക്ഷേ ഇതൊരു അത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ നമ്മൾ കോർണർ സെറ്റ് ഫിക്സ് ചെയ്തതുകൊണ്ട് അത് മതിയാവും. ഞാൻ മെയിനായിട്ട് ഈ ഒരു ഫർണിച്ചർ ഷോപ്പിലേക്ക് വന്നത് ഈ ഒരു ഐറ്റം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് വിളക്ക് എത്തിക്കാനായിട്ട് എൻ്റേതായ ഒരു സ്പേസ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്നത് ഈ ഒരു സൈസിലുള്ളതായിരുന്നു. ചെറിയ സൈസായിരുന്നു കേട്ടോ. എനിക്ക് കുറച്ചും കൂടി ഒരു സ്പേസ് കൂടുതലുള്ള രീതിയിൽ എൻ്റേതായ ഒരു റൂം സെറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. പക്ഷേ അത് അവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മളുടെ സൈസിൽ അവർ കസ്റ്റമൈസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ എനിക്ക് ഈ ഒരു കോർണർ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഈ കളറ് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്കും കളർ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നന്നായിട്ട് വിശന്നു കേട്ടോ ഉച്ചയ്ക്ക്. അപ്പോൾ നമ്മളിവിടെ പത്തനംതിട്ടയിലുള്ള യമൻ മന്തിയിലെ ഒരു മന്തി വാങ്ങിക്കാനായിട്ട് നിർത്തിയാണ്. എനിക്ക് മാത്രമാണ് കേട്ടോ മന്തി ഇഷ്ടമുള്ളത്. ഏട്ടന് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഈ മന്തി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഒരു ക്വാർട്ടർ മന്തി വാങ്ങിച്ചു. എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഇതിന് മുമ്പ് ഒരു തവണ വാങ്ങിയപ്പോഴും അത്ര രസം ഉണ്ടായിരുന്നില്ല.